ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും അറിയിക്കേണ്ടതാണ്. താങ്ക് യു. വളരെ എളുപ്പത്തിൽ നമുക്കൊരു പനീർ ബട്ടർ മസാല തയ്യാറാക്കാം. ചപ്പാത്തിക്കൊക്കെ വളരെ ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റുന്നതാണ്. അതിനായി 200 ഗ്രാമിൻ്റെ 2 പനീർ പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനായി 3 തക്കാളി ആവശ്യമുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായി ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് സവാള കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 സവാള ആവശ്യമുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്ത് വയ്ക്കാം. സവാളയും ഇതുപോലെ നമുക്ക് അരിഞ്ഞ് വയ്ക്കാം. പാൻ വെച്ച് നമുക്ക് അതിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു കഷ്ണം ബട്ടർ ഇടാം. ബട്ടർ നന്നായിട്ട് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കഷ്ണം കറുവാപ്പട്ട, 1 ഏലക്ക, 2 ഗ്രാമ്പു ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. അടുത്തായി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സവാള ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. പച്ചമുളക് ചേർക്കുന്നുണ്ട്. കുതിർത്ത് വെച്ച ഒരു പിടി കാഷ്യൂ ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വേകാൻ വെയിറ്റ് ചെയ്യാം. ഇവ നന്നായിട്ട് വേകാനായി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾ, വളരെ കുറച്ച് മസാല. ഇവയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് മൂപ്പിച്ച് മാറ്റാം. കൊടുത്ത പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായി തിളയ്ക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാനായി മാറ്റി വെക്കാം. നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കി നോക്കാം. പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്കൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നല്ലതായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമുക്ക് എടുത്ത് വെച്ച് അരപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പനീർ വേകാനായി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. പനീർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അല്പം കസൂരി മേത്തി ചേർത്ത് കൊടുക്കണം. ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടി ഇച്ചിരി മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാര. നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. പനീർ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് വാങ്ങി വെക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും അറിയിക്കേണ്ടതാണ്. താങ്ക് യു.